പ്രേമലട്ടോ, ഇന്ത്യക്ക് 50% തീരുവ ഉയർത്തി. എന്നിട്ട് ഇന്ത്യ ഇപ്പോ പിന്നെ കാല് പിടിക്കാൻ വരും എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇരുന്നു. ഇപ്പൊ ഇന്ത്യ നേരെ ചൈനയോട് പോയി സൗഹൃദം കാണിച്ചു. അത് ഒട്ടും സഹിക്കുന്നില്ല. അപ്പൊ ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങൾ പറയാണ് ചൈനയെ വെറുതെ വിടരുത്, ചൈനയ്ക്ക് 100% തീരുവയാക്കണം. യഥാർത്ഥത്തിൽ ട്രംപിന് കിളി പോയെന്ന് പലരും പറയുന്നുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും മാനസികാവസ്ഥയിലാണോ ട്രംപ്? ഇവിടെ ട്രംപ് നാറ്റോ സഖ്യ രാജ്യങ്ങളോടാണ് ആവശ്യപ്പെട്ടേക്കുന്നത് ഇന്ത്യക്കും ചൈനയ്ക്കുമെതിരെ 50 മുതൽ 100% വരെ നികുതി ചുമത്തണം. അതുവഴി റഷ്യയെ സമ്മർദ്ദത്തിലാക്കാൻ പറ്റും, യുദ്ധം അവസാനിപ്പിക്കാൻ പറ്റുമെന്നാണ് ട്രംപിൻ്റെ കണക്കുകൂട്ടൽ. പ്രത്യേകിച്ച് ചൈന, കാരണം ചൈനയ്ക്കാണ് റഷ്യയ്ക്ക് മേൽ കടുത്ത നിയന്ത്രണമുള്ളത്. കാര്യം അവരുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് ചൈനയാണ്. അപ്പോൾ ചൈനയെ കയറി മാന്തിയാൽ അതിൻ്റെ റിസൾട്ട് ഉടനെ ഉണ്ടാകും. ഈ യുദ്ധം പെട്ടെന്ന് അവസാനിക്കും. കാര്യം റഷ്യയ്ക്ക് സാമ്പത്തികമായി ഞെരുങ്ങും, അതോടെ യുദ്ധം അവസാനിക്കും എന്നുള്ളതാണ് ട്രംപിൻ്റെ വാദം. അതോടൊപ്പം തന്നെ ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുക, ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുക. ഇതില്ല എങ്കിൽ എൻ്റെ സമയവും എൻ്റെ ഊർജ്ജവും എൻ്റെ പണവുമാണ് വെറുതെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് ട്രംപ് പറഞ്ഞത്. അതുമാത്രമല്ല, ഈ നാറ്റോ സഖ്യ രാജ്യങ്ങളുടെ നടപടികളെയൊക്കെ ഞെട്ടിക്കുന്നതാണ് എന്നുള്ളതാണ് ട്രംപിൻ്റെ നിലപാട്. കാരണം ഈ നാറ്റോ സഖ്യ രാജ്യങ്ങളൊക്കെ ഇപ്പോഴും റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നുണ്ട്. അപ്പോൾ ആ നടപടി ഞെട്ടിക്കുന്നതാണെന്നാണ് ട്രംപ് പറയുന്നത്. പക്ഷേ അപ്പോൾ ട്രംപ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ചൈനയ്ക്കെതിരെ കടുത്ത നടപടികൾ ഉണ്ടാകും, കൂട്ടത്തിൽ ഇന്ത്യക്കെതിരെയും കടുത്ത നടപടികൾ ഉണ്ടാകും. ഇതേ സമയം തന്നെ ചൈന ഇതിന് കൃത്യമായ മറുപടി കൊടുക്കുന്നു. ചൈനയുടെ വിദേശകാര്യമന്ത്രി വാങ് യി അദ്ദേഹം പറയുന്നു, ഈ ചൈനയും യൂറോപ്പും സുഹൃത്തുക്കളാകണം, ഒരിക്കലും എതിരാളികളാകാൻ പാടില്ല. അതേപോലെ പരസ്പര സഹകരണമാണ്, യൂറോപ്യൻ രാജ്യങ്ങളുമായി പരസ്പര സഹകരണമാണ് ചൈന ഉദ്ദേശിക്കുന്നത്, ഏറ്റുമുട്ടലല്ല. ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റുന്നതിലൂടെ ചരിത്രത്തിൽ ഓരോ രാജ്യങ്ങൾക്കും അവരവരുടേതായ ഭാഗങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റൂ. അല്ലാണ്ട് വെറുതെ വെല്ലുവിളിച്ച് നടന്നുകൊണ്ട് കാര്യമില്ല, പ്രവൃത്തി ഉണ്ടാകണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ ചൈനയുടെ വിദേശകാര്യമന്ത്രി വാങ് യി ഈ പ്രസ്താവന നടത്തുന്നത് സ്ലൊവേനിയയുടെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ തൻജ ഫൊജോൺ ആയിട്ട് കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ്. ഈ സ്ലൊവേനിയ നാറ്റോ സഖ്യ രാജ്യമാണ്, ഒരു യൂറോപ്യൻ രാജ്യം കൂടിയാണ്. അപ്പോൾ ഇവരുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷമാണ്, അയാളുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് ചൈനീസ് വിദേശകാര്യമന്ത്രി ട്രംപിന് കൊടുക്കുന്ന മറുപടി. അപ്പോൾ നാറ്റോ സഖ്യ രാജ്യങ്ങളുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ കയ്യിൽ നിന്ന് ചൈന ഇത്തരത്തിലൊരു തിരിച്ചടി പ്രതീക്ഷിക്കുന്നില്ല, അല്ലെങ്കിൽ ചൈന ആഗ്രഹിക്കുന്നത് നേരെ തിരിച്ചാണ് എന്നുള്ളതാണ് ചൈനീസ് വിദേശകാര്യമന്ത്രി പറഞ്ഞു കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ അമേരിക്കക്കിട്ടൊരു കൊട്ടും കൊടുക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ഉപരോധമൊക്കെ ഏർപ്പെടുത്തി ചൈനയെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുന്നു എന്നിരിക്കട്ടെ, പക്ഷെ ഒരു കാര്യം ഓർക്കണം, ചൈന നിരന്തരം യുദ്ധം ചെയ്യുന്ന ഒരു രാജ്യമല്ല. യുദ്ധം ചെയ്യുന്നവർക്കേ അതിൻ്റെ ടെൻഷനുള്ളൂ. അമേരിക്കക്കിട്ടുള്ള കൊട്ടാണ്. കാര്യം അമേരിക്കയാണ് എല്ലായിടം പോയി യുദ്ധം ചെയ്യുന്ന പാർട്ടി. ചൈന എല്ലാ രാജ്യങ്ങളിലും പോയി കച്ചവടമാണ് ചെയ്യുന്നത്. അങ്ങനെ ആ രാജ്യം വളരെ വളരെ പെട്ടെന്ന് സമ്പന്നമായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അമേരിക്ക എല്ലാ രാജ്യങ്ങളിലും പോയി സൈനികമായി ഇടപെട്ട് അവരുടെ സമ്പത്ത് പലപ്പോഴും ഇത്തരത്തിലുള്ള യുദ്ധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചുമ്മാ അവിടെ ഇവിടെയൊക്കെ ബോംബ് പൊട്ടിക്കാൻ വേണ്ടി പൈസ കണ്ടമാനം തീരുന്നു. അതിൻ്റെ നിരാശയാണ് വാസ്തവത്തിൽ അമേരിക്ക മറ്റുള്ളവർക്കിട്ട് തീർക്കുന്നത് എന്നുള്ളതാണ് ചൈനയുടെ ആക്ഷേപം. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, നിലവിൽ ലോകത്ത് പലയിടത്തും സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്. അത് പരിഹരിക്കാൻ സമാധാന ചർച്ചകൾക്കാണ് ചൈന പ്രതിജ്ഞാബദ്ധമായിട്ടുള്ളത്. യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല. ഉപരോധം പ്രശ്നം സങ്കീർണമാക്കാനേ ഉപകരിക്കൂ. അപ്പോൾ ചൈനയ്ക്കെതിരെ അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ 50 മുതൽ 100% വരെ താരിഫ് ഏർപ്പെടുത്തണമെന്ന് അമേരിക്ക പറയുമ്പോൾ ചൈന പറയുന്ന അത്തരം ഉപരോധങ്ങൾ നിലവിലെ പ്രശ്നം സങ്കീർണമാക്കാനേ ഉപകരിക്കൂ, പ്രശ്നപരിഹാരം ഉണ്ടാകുന്നില്ല. ചൈന ഒരിക്കലും യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ല, അതിന് പദ്ധതിയുമില്ല. സമാധാന ചർച്ചകളെയും രാഷ്ട്രീയ പരിഹാരങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് ചൈനയ്ക്കുള്ളത്. പിന്നെ ഹോട്ട്സ്പോട്ട് ഇഷ്യൂസ്, അതായത് നിലവിലെ ലോകരാജ്യങ്ങൾക്കിടയിൽ അതീവ തീവ്ര സ്വഭാവത്തിലുള്ള വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇസ്രയേലും പാലസ്തീനും തമ്മിലുള്ള സംഘർഷം, ഇന്ത്യ പാകിസ്ഥാൻ, റഷ്യ ഉക്രൈൻ സംഘർഷം, ഇതൊക്കെ ഹോട്ട്സ്പോട്ട് ഇഷ്യൂസാണ്. അപ്പം അത്തരം സംഗതികളിലൊക്കെ സംഭാഷണം മാത്രമാണ്, ചർച്ചകൾ മാത്രമാണ് പ്രതിവിധി. അല്ലാണ്ട് ആയുധബലം നോക്കിയാൽ ഒരു പണി നടക്കില്ല. പിന്നെയും ചൈന പറയുന്നത് ഇങ്ങനെയാണ്, UN-ന്റെ നയപരിപാടികൾ നടപ്പിലാക്കാൻ ഒത്തൊരുമയോടെയുള്ള പ്രവർത്തനം വേണം. UN എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമല്ലോ, ഈ പൊതുസമാധാനം ഉണ്ടാകാൻ അല്ലെങ്കിൽ യുദ്ധം ഉണ്ടാകരുത് നിലപാടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയാണ്.
അപ്പോൾ അതിൻ്റെ നയപരിപാടികൾ നടപ്പിലാക്കാനായിട്ട് ഒത്തൊരുമയോടെയുള്ള പ്രവർത്തനം വേണം, അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കൽ പറ്റില്ല എന്നാണ് പറയുന്നത്. നിലവിലെ അന്താരാഷ്ട്ര സാഹചര്യം പക്ഷേ വെല്ലുവിളി നിറഞ്ഞതാണ്. ആ വെല്ലുവിളികൾ, തർക്കങ്ങൾ എല്ലാം രമ്യമായി പരിഹരിക്കപ്പെടണം എന്നുള്ളതാണ് ചൈനീസ് വിദേശകാര്യമന്ത്രി പറയുന്നത്. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിന് വിരുദ്ധമായിട്ടാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന, കാരണം ഈ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി കഴിഞ്ഞത് നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഒന്നിച്ചുള്ള ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു. അപ്പോൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ട്രംപ് പറയുന്നത് ഷീ ജിൻ പിങ് അമേരിക്കയ്ക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. അപ്പോൾ ഇത്തരത്തിൽ ചൈനയെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് അമേരിക്ക സംസാരിക്കുന്നത്. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ അമേരിക്കയുടെ ഈ ഒരു നടപടികൾക്ക്, ആഹ്വാനങ്ങൾക്ക് അമേരിക്ക അവരുടെ സഖ്യ കക്ഷികളെന്ന് കരുതുന്ന നാറ്റോ സഖ്യ രാജ്യങ്ങളോ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനോ എത്രത്തോളം അതുമായിട്ട് സഹകരിക്കും എന്നുള്ളത് അറിയില്ല. നേരത്തെ അമേരിക്കയുടെ തന്നെ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് അദ്ദേഹം പറഞ്ഞിരുന്നു, അമേരിക്ക ചൈനയ്ക്കെതിരെ അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെയെല്ലാം വലിയ രീതിയിലുള്ള വീണ്ടും പ്രഹരമേൽപ്പിക്കാൻ അല്ലെങ്കിൽ കൂടുതൽ നികുതികൾ ഏർപ്പെടുത്താനായിട്ട് പദ്ധതി ആസൂത്രണം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനെയൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളുടെയും അല്ലെങ്കിൽ നാറ്റോ സഖ്യ രാജ്യങ്ങളുടെയൊക്കെ പിന്തുണ വേണം. അമേരിക്ക ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. കാരണം നമുക്കറിയാം, റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്ന പ്രധാന രാജ്യങ്ങളൊന്ന് ചൈനയും അടുത്തത് ഇന്ത്യയുമാണ്. അത് കഴിഞ്ഞാൽ റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിൽ മുൻനിരയിലുള്ളത് യൂറോപ്യൻ രാജ്യങ്ങളാണ്, അല്ലെങ്കിൽ അമേരിക്കയുടെ സഖ്യരാജ്യങ്ങൾ തന്നെയാണ്. ഇത്രയും വലിയൊരു സംഘർഷം നടക്കുമ്പോഴും, എന്തിൻ്റെ പേരിലാണോ യുദ്ധം നടക്കുമ്പോഴും ഈ പറയുന്ന രീതിയിൽ റഷ്യയിൽ നിന്ന് ഈ രാജ്യങ്ങളെല്ലാം തന്നെ നിർബാധം ക്രൂഡ് ഓയിൽ വാങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ റഷ്യയുമായിട്ടുള്ള വ്യാപാര വാണിജ്യ സഹകരണം അവർ മുടക്കിയിട്ടില്ല. അപ്പോൾ ഇത് അമേരിക്കയ്ക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അമേരിക്ക എന്താണോ ആഗ്രഹിക്കുന്നത് നടപ്പിലാകുന്നില്ല. കാരണം പുറകെ വശത്തുകൂടി ഈ ട്രംപ് എന്താണോ പറയുന്നത് അതിന് വിരുദ്ധമായിട്ട് ട്രംപിൻ്റെ സഖ്യകക്ഷികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് പരിഹരിക്കപ്പെടണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ട്രംപ് കടുത്ത നിലപാട് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇത്തരത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളും നാറ്റോ സഖ്യ രാജ്യങ്ങളുമെല്ലാം ഇന്ത്യക്കും ചൈനയ്ക്കുമെതിരെ 100% വരെ നികുതി ചുമത്തണം എന്നുള്ളത്. പക്ഷേ അത് അതേപടി തന്നെ ട്രംപ് പറയുന്നത് അതേപടി തന്നെ ഇവർ സ്വീകരിക്കും എന്ന് ഉറപ്പില്ല. കാരണം ഈ രാജ്യങ്ങൾക്കൊക്കെ കുറഞ്ഞ ചെലവിൽ ഇന്ധനം കിട്ടിയേ തീരൂ. ഇന്ത്യ എടുക്കുന്ന അതേ നിലപാട് തന്നെയാണ് ഈ രാജ്യങ്ങളും ഇപ്പോഴും പിന്തുടരുന്നത്. കാരണം റഷ്യ അവർക്ക് വലിയ രീതിയിലുള്ളൊരു അന്താരാഷ്ട്ര സമ്മർദ്ദമുണ്ട്. അപ്പോൾ കിട്ടുന്ന വിലയ്ക്ക് അവരുടെ ക്രൂഡ് ഓയിൽ വിറ്റാണ് അവർ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയുടെ അടക്കം എതിർപ്പ് അവഗണിച്ച് ഇപ്പോഴും ക്രൂഡ് ഓയിൽ റഷ്യയിൽ നിന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ, വില കുറഞ്ഞ രീതിയിൽ അവർക്ക് കുറച്ചുകൂടി ലാഭകരമായ രീതിയിൽ ഇന്ധനം റഷ്യ കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ട്രംപ് നിലപാട് കടുപ്പിക്കുമ്പോൾ ആ ലാഭം വേണ്ട എന്ന് കരുതി റഷ്യയുമായിട്ടുള്ള ഇത്തരത്തിലുള്ള വ്യാപാര വാണിജ്യ കരാറുകൾ തൽക്കാലം വേണ്ട എന്ന് വെക്കാൻ മറ്റു യൂറോപ്യൻ രാജ്യങ്ങളും നാറ്റോ സഖ്യ രാജ്യങ്ങളും തയ്യാറാകുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. പക്ഷേ ഈ ഭീഷണിക്കൊന്നും ചൈന വലിയ വില കൊടുക്കുന്നില്ല എന്നുള്ള പരസ്യ പ്രതികരണമാണിപ്പോൾ അവരുടെ വിദേശകാര്യമന്ത്രി വാങ് യി നടത്തിയിരിക്കുന്നത്.